നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് ഒരു വലിയ കലാപത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മരണം 100-ന് മുകളിലായി കഴിഞ്ഞു. രാജ്യത്തൊട്ടാകെ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ പാസാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യക്കുരുതിയുടെ കാരണം എന്താണ്? ആയിരക്കണക്കിന് ജനങ്ങൾ എന്തിനാണ് തെരുവിലേക്ക് ഇറങ്ങിയത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ബംഗ്ലാദേശിന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. 1947 ഇന്ത്യ വിഭജിക്കപ്പെടുന്നത്. അങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന പുതിയൊരു രാജ്യം രൂപം കൊള്ളുന്നത്. പാകിസ്ഥാൻ അന്ന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് വെസ്റ്റ് പാകിസ്ഥാനും മറ്റൊന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ. ആ ഈസ്റ്റ് പാകിസ്ഥാനാണ് ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്നത്. അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിലെ പ്രധാന സംസാര ഭാഷ ബംഗാളിയാണ്. എന്നാൽ വെസ്റ്റ് പാകിസ്ഥാനിൽ അത് ഉറുദു ആണ്. അപ്പോൾ വെസ്റ്റ് പാകിസ്ഥാനിലുള്ള പല കാര്യങ്ങളും ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് എത്തുന്നില്ല, ഡെവലപ്മെന്റ് പോരാ, നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈസ്റ്റ് പാകിസ്ഥാനികളുടെ അല്ലെങ്കിൽ ബംഗ്ലാദേശികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബംഗ്ലാദേശിലുള്ള അവാമി ലീഗ്. ആ അവാമി ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ഈസ്റ്റ് പാകിസ്ഥാനികളുടെ അല്ലെങ്കിൽ ബംഗ്ലാദേശികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവാമി ലീഗ് നടത്തിയ പോരാട്ടങ്ങൾ ഒടുവിൽ ചെന്ന് അവസാനിക്കുന്നത് 1971 ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധത്തിലേക്കാണ്. അന്ന് പാകിസ്ഥാന്റെ പ്രസിഡന്റും മിലിറ്ററി ചീഫുമായിരുന്നു യാഹ്യ ഖാൻ. യാഹ്യ ഖാൻ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ മിലിറ്ററിയെ അയക്കുകയാണ്. അതാണ് 1971 ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്. ഈ ഓപ്പറേഷന് കീഴിൽ അന്ന് പാകിസ്ഥാനി ആർമി ബംഗ്ലാദേശിൽ അക്രമം അഴിച്ചുവിടുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അന്ന് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. ഈ കൂട്ടക്കൊലയ്ക്ക് ബംഗ്ലാദേശിൽ നേതൃത്വം കൊടുത്തവരാണ് രസാക്കർ എന്ന് പറയുന്ന പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത ഒരു മിലിറ്ററി ഫോഴ്സ്. ബംഗ്ലാദേശിലെ അന്നത്തെ മതസംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും അവർക്ക് ഇതിൽ സഹായം നൽകുന്നുണ്ട്. ഈ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്യുന്നു. അതിൽ നല്ലൊരു ശതമാനവും എത്തിയത് ഇന്ത്യയിലേക്കാണ്. അങ്ങനെ ഇന്ത്യയും ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായി മാറുകയാണ്. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി തന്റെ പരിപൂർണ പിന്തുണ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്നുള്ള ഒരു ആശയത്തിന് നൽകുകയാണ്. അങ്ങനെയാണ് ഇന്ത്യൻ മിലിറ്ററി ട്രെയിൻ ചെയ്ത മുക്തി ബാഹിനി എന്ന് പറയുന്ന മിലിറ്ററി ഗ്രൂപ്പ് ബംഗ്ലാദേശിലേക്ക് എത്തുന്നതും പാകിസ്ഥാനി ആർമിയോട് ചെറുത്തു നിൽക്കുന്നതും. ആ ചെറുത്തുനിൽപ്പിന്റെ ഒടുവിൽ വിജയം ബംഗ്ലാദേശിനൊപ്പമായിരുന്നു. 1971 മാർച്ച് മാസം 26 ഒരു പുതിയ സ്വതന്ത്ര രാജ്യം രൂപം കൊള്ളുകയാണ്. അതാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റായി വന്നത് ബംഗ്ലാദേശിലെ അവാമി പാർട്ടിയുടെ അവാമി ലീഗിന്റെ നേതാവായിരുന്ന ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീനയാണ് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി. ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കലാപത്തിന്റെ മൂല കാരണവും 1972 1972 ബംഗ്ലാദേശ് ഗവൺമെന്റ് ഒരു നിയമം പാസാക്കുന്നു. ആ നിയമപ്രകാരം 1971 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ മക്കൾക്കും ബംഗ്ലാദേശിലെ ഗവൺമെന്റ് ജോലികളിൽ 30% സംവരണം ഏർപ്പെടുത്തുന്നു. അതാണ് ബംഗ്ലാദേശിലെ ക്വോട്ട സിസ്റ്റം. ഈ സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ പലപ്പോഴായിട്ട് പല രീതികളിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 2018 പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിനൊടുവിൽ അന്നത്തെ ബംഗ്ലാദേശി ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുകയാണ്. സംവരണ സിസ്റ്റം നമ്മൾ നിർത്തലാക്കുന്നു. അങ്ങനെ സംവരണ സിസ്റ്റം നിർത്തലാക്കിയപ്പോൾ സംവരണ സിസ്റ്റത്തെ അല്ലെങ്കിൽ ക്വോട്ട സിസ്റ്റത്തെ അനുകൂലിക്കുന്നവർ ബംഗ്ലാദേശ് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ബംഗ്ലാദേശ് സുപ്രീം കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് ഈ അടുത്ത് കഴിഞ്ഞ മാസം ജൂണിലാണ് അതിന്മേലൊരു വിധി പാസാക്കുന്നത്. ആ വിധി ഇങ്ങനെയാണ്: 2018 ഗവൺമെന്റ് എടുത്ത തീരുമാനം റദ്ദാക്കുക. അതായത് 30% സംവരണ സിസ്റ്റം പുനഃസ്ഥാപിക്കുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ മക്കൾക്കുമായി തുടങ്ങിയ സംവരണ സിസ്റ്റം പിൽക്കാലത്ത് അവരുടെ ചെറുമക്കൾക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ സംവരണ സിസ്റ്റം പുനഃസ്ഥാപിക്കപ്പെടും എന്ന ഭയത്തിന്മേൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും തുടങ്ങിയ ഒരു പ്രക്ഷോഭമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കലാപത്തിലേക്ക് എത്തപ്പെടുന്നത്. സമാധാനപരമായി ബംഗ്ലാദേശിലെ പല യൂണിവേഴ്സിറ്റികളിലും തുടങ്ങിയ സമരം എങ്ങനെയാണ് ഈ കലാപമായത് എന്നുള്ളതിന് വ്യക്തമായൊരു മറുപടി നമുക്ക് പറയാൻ കഴിയില്ല. 2 വാദങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ ആരോപണം ഇങ്ങനെയാണ്: ബംഗ്ലാദേശിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയും അവർക്ക് സഹായം നൽകുന്ന മതസംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമാണ് ഇന്ന് ഈ കലാപത്തെ അഴിച്ചുവിടുന്നത്. ഇതിന്റെ മറുവാദം ഇങ്ങനെയാണ്: ബംഗ്ലാദേശ് പോലീസും ബംഗ്ലാദേശ് ഭരിക്കുന്ന ഭരണ പാർട്ടിയായ അവാമി ലീഗും അവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ബംഗ്ലാദേശി ഛത്ര ലീഗുമാണ് ആക്രമണം അഴിച്ചുവിടുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷത്തെ ബംഗ്ലാദേശ് രാഷ്ട്രീയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു കലാപത്തിന് പുറകിൽ ഈ ഒരു ക്വോട്ട അല്ലെങ്കിൽ സംവരണ സിസ്റ്റം മാത്രമല്ല, മറ്റു പല കാരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിലില്ലായ്മ. ബംഗ്ലാദേശിൽ തൊഴിലില്ലായ്മ അതിന്റെ പീക്കിൽ നിൽക്കുന്ന കാലഘട്ടമാണിത്.
രണ്ട്, ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റം. ഏകദേശം 10% ബംഗ്ലാദേശിലെ ഇൻഫ്ലേഷൻ. അത് ബംഗ്ലാദേശികളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വളർച്ചയുള്ള രാജ്യങ്ങളിലൊന്നായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് ബംഗ്ലാദേശ്. എന്നാൽ COVID-19 ബംഗ്ലാദേശിലെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയെ തകർത്തിരുന്നു. ആ ഒരു നാശനഷ്ടത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ഇന്നും ബംഗ്ലാദേശിലെ പ്രൈവറ്റ് സെക്ടറിന് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഭരണവിരുദ്ധ വികാരം. നമ്മുടെ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഇന്ത്യയുടെ സുഹൃത്തായിട്ടുള്ള പ്രധാനമന്ത്രി ഭരണത്തിലേക്ക് എത്തിയത് 2009-ലാണ്. കഴിഞ്ഞ 15 വർഷമായി ഭരണത്തിലിരിക്കുന്ന അവാമി ലീഗിനോടും ഷെയ്ഖ് ഹസീനയോടുമുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഈ കലാപത്തിനെ നയിക്കുന്ന മറ്റൊരു ഫാക്ടർ. ഇന്ത്യയുമായി ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യമായ ബംഗ്ലാദേശ്, ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ ബംഗ്ലാദേശ്, ആ ബംഗ്ലാദേശിലെ കലാപം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. ബംഗ്ലാദേശ് സമാധാനത്തിന്റെയും വളർച്ചയുടെയും പാതയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ.